ഈ റിപ്പോർട്ട് കൊടുക്കുന്നു, ആ റിപ്പോർട്ടിന് കൃത്യമായ ചട്ടലംഘനം ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അതേസമയത്ത് തന്നെ ഡോക്ടറുടെ ഗുഡ് ഇന്റൻഷൻ എന്ന കാര്യം കൂടി പറയുന്നു. ഒരു സർക്കാർ രേഖയിൽ അങ്ങനെ ഒരു പരാമർശമെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജ് ആണ്. അപ്പോൾ ഗുഡ് ഇന്റൻഷൻ ആ ഡോക്ടറെ കൊണ്ട് എന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തകർ എന്താ ചെയ്യേണ്ടത്? ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ആ ഡോക്ടറെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിയിട്ട് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വീണ ജോർജിനെ പോലെ ഇങ്ങനെ ചാടിക്കടിക്കാനല്ല നിൽക്കേണ്ടത്. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഇപ്പോൾ പ്രകാശം മാഷ്, നമുക്ക് ആ ടെക്നിക്കാലിറ്റീസിലേക്ക് വരാം. പ്രകാശം മാഷേ, അങ്ങ് HDS കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ HDS മീറ്റിംഗ് നടന്നിട്ട് എത്ര വർഷമായി? ചുരുങ്ങിയത് 2 വർഷമായി. ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത്, അവിടുത്തെ ഒരു HDS മെമ്പറാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനുമല്ല അദ്ദേഹം. ഏറ്റവും ചുരുങ്ങിയത് 3 മാസത്തിലൊരിക്കൽ ആ മീറ്റിംഗ് കൂടണം. അതിൽ BJPയുടെ പ്രതിനിധിയുണ്ട്, കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുണ്ട്, തിരുവനന്തപുരം ജില്ലാ കളക്ടറുണ്ട്, മലയാളം കൂടി ഒന്ന് പറഞ്ഞേക്കാം, ആശുപത്രി വികസന സമിതി, ആശുപത്രി വികസന സമിതിയുണ്ട്, ആശുപത്രി വികസന സൊസൈറ്റിയുണ്ട്, മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഇതിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറുണ്ട്. ജില്ലാ കളക്ടറുടെ സമയം നോക്കിക്കൊണ്ട് ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ് വിളിക്കേണ്ടത്. ഇതിൽ വെച്ചിട്ട്, ഈ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടത്. പണം വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണം, പണം ചിലവാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം, രോഗികളുടെ ക്ഷേമത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ, 1 മാസത്തിലൊരിക്കൽ ഇരുന്നാൽ അത്രയും നല്ലത്. കൂടേണ്ട ഈ ബോഡി കൂടിയിട്ട് തിരുവനന്തപുരത്ത് 2 വർഷമായി. 2 വർഷമായിട്ട് ഇത് കൂടിയിട്ടില്ല. ആരാ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം. ഇത് ഉദ്യോഗസ്ഥരുടെ ഒന്നും കയ്യിൽ നിൽക്കാതെ ഇതിന് പെട്ടെന്ന് ഒരു ഏകജാലക സംവിധാനം എന്ന നിലയ്ക്കല്ലേ ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഈ കമ്മിറ്റി രൂപപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാന ഉദ്ദേശം പൊതുപ്രവർത്തകർ ഉൾപ്പെടുന്ന, ജനങ്ങളുടെ ഇടയിൽ പെടുന്ന, ഭരണകൂടത്തിന്റെ, ജില്ലാ ഭരണകൂടത്തിന്റെ ഹെഡായിട്ടുള്ള കളക്ടർ ഉൾപ്പെടുന്ന, ആശുപത്രിയുടെ ദൈനംദിന ഓരോ നിമിഷമുള്ള പ്രവർത്തനം മനസ്സിലാക്കുന്ന സൂപ്രണ്ട് ഉൾപ്പെടുന്ന ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനത്തിലെടുക്കാൻ, ഉദ്യോഗസ്ഥരുടെ മുമ്പാലെ പോയി ഫയലുകൾ കെട്ടിക്കിടക്കാതിരിക്കാൻ. കാരണം ഇത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട പ്രസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴേക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2 വർഷം HDS മീറ്റിംഗ് നടന്നില്ല. നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ വീണ ജോർജ് എവിടെ പോയിരുന്നു? നിങ്ങളുടെ ജില്ലാ കളക്ടർമാർ എവിടെ പോയിരുന്നു? എന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ തുറന്നു പറയുന്നു, അവിടുത്തെ MLAയും അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറും ആ വാർഡ് കൗൺസിലറും കൂടെ അടങ്ങുന്ന ഒരു കച്ചവട സംഘമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് എന്നുള്ള യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വാങ്ങുന്ന ഉപകരണങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം കേടാകുന്നത്? നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കും. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് കമ്മീഷൻ ലഭിക്കണം. അതിൻ്റെ ക്വാളിറ്റി ഡിസ്കസ് ചെയ്യാറില്ല. ആരായത് മോണിറ്റർ ചെയ്യുന്നത്? നിങ്ങൾ HLLന് എത്ര കോടി രൂപ കൊടുക്കാണ്ട്? എന്തുകൊണ്ട് 2 വർഷമായിട്ട് HDS മീറ്റിംഗ് നടത്തുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവിടുത്തെ രോഗികളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ അവിടുത്തെ MLAയും അവിടുത്തെ കൗൺസിലറും ചേരുന്ന, CPMന്റെ കുറച്ച് നേതാക്കന്മാരും ചേരുന്ന ഒരു വട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു കച്ചവടമാക്കിയിട്ട് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഭരണം നിങ്ങൾ മാറ്റിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പാദസേവ ചെയ്യുന്ന കുറച്ച് ഡോക്ടർമാരെ വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ചോദിച്ചോട്ടെ പ്രകാശ് മാഷേ, ക്ലിനിക്കൽ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ഡോക്ടർമാരെ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കൂടി ഏൽപ്പിക്കുന്നു. അവർക്ക് അഡ്മിനിസ്ട്രേഷന്റെ മാഷ് മാത്രമാണ് സമയം തരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്ലിനിക്കൽ ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാരെ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കൂടി ഏൽപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്നിട്ട് എങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തണമെന്ന് CPMന്റെ ലോക്കൽ സെക്രട്ടറി, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജാ, 1ാമത്തെ രോഗിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ കോളേജാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് HDS അല്ല, ജില്ലാ കളക്ടറല്ല തീരുമാനിക്കുന്നത്. CPMന്റെ ലോക്കൽ കൗൺസിലർ, അവിടുത്തെ MLA, അവിടുത്തെ ഏരിയ സെക്രട്ടറി തീരുമാനിക്കുന്നത്.